ഹലോ ഡിയേഴ്സ്, ദിസ് ഈസ് ജേഴ്സ് സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. മറ്റൊന്നുമല്ല, ക്യാരക്ടർ സ്കെച്ച്. ഏത് പാഠത്തിലെയാണെന്ന് ചോദിച്ചാൽ ഇൻ ദി ആറ്റിക് എന്ന ചാപ്റ്ററിലെയാണ്. നിങ്ങൾക്കറിയാം, ഇൻ ദി ആറ്റിക് എന്ന ചാപ്റ്ററിൽ 2 ക്യാരക്ടർ സ്കെച്ചുകളാണ് നമുക്ക് വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ എഴുത്തുകാരനായ വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. രണ്ടാമത്തേതാരാണ്? അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ജർമ്മൻ ഓഫീസർ. അപ്പോൾ ഈ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ചസ് വളരെ സിമ്പിളായി, എന്നാൽ മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി കാണുക. വളരെ സിമ്പിളായി ഈ പാഠത്തിലെ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വ്ലാഡിസ്ലാവ് സ്പിൽമാന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മുടെ എഴുത്തുകാരന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കുക. Władysław Szpilman was a Polish pianist and classical composer. അപ്പോൾ ആരായിരുന്നു? വ്ലാഡിസ്ലാവ് സ്പിൽമാൻ വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. ഇദ്ദേഹം ആരാണ്? ഒരു പോളണ്ടുകാരനായിട്ടുള്ള പിയാനിസ്റ്റ് ആയിരുന്നു, പിയാനോ വായിക്കുന്ന ആളായിരുന്നു. ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ, അതേസമയം തന്നെ ക്ലാസിക്കൽ കമ്പോസറുമായിരുന്നു, അല്ലെ, ക്ലാസിക്കൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു ഇദ്ദേഹം. ഇൻ ദി ആറ്റിക്. ഇൻ ദി ആറ്റിക് നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ്, അല്ലെ. ചാപ്റ്ററിന്റെ പേര് എഴുതുമ്പോൾ എങ്ങനെ വേണം? ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതേണ്ടത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻ ദി ആറ്റിക് നമ്മുടെ ചാപ്റ്റർ ആണ്. ടേക്കൺ ഫ്രം ഹിസ് മെംവോ. ഇത് അദ്ദേഹത്തിന്റെ മെംവോയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മെമ്മയർ എന്നല്ലത് വായിക്കുന്നത്, മെംവോ എന്നാണ് വായിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? ഓർമ്മക്കുറിപ്പ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ, നോക്കുക, അതിന്റെ പേരെന്താണ്? ദ പിയാനിസ്റ്റ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ ദ പിയാനിസ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇൻ ദി ആറ്റിക് എന്നുള്ള ചാപ്റ്റർ, ഈ ഒരു ഭാഗം, ഇത് ഷോസ് കാണിക്കുന്നത് സ്പിൽമാൻസ് സഫറിങ്. സ്പിൽമാന്റെ സഫറിങ് ആണ്, സ്പിൽമാന്റെ യാതനയാണ്, ഇദ്ദേഹം കിടന്ന് കഷ്ടപ്പെടുന്നതാണ് കാണിക്കുന്നത്. എപ്പോഴാണ്? ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, അല്ലെ. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സ്പിൽമാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ യാതന അനുഭവിക്കുന്നതാണ് ദ പിയാനിസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന ഭാഗത്ത് കാണിക്കുന്നത്. നോക്കുക. ഹി വാസ് ഹൈഡിങ്. ഇദ്ദേഹം ഹൈഡ് ചെയ്യുകയായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. എവിടെയാണ്? ഇൻ ദി ആറ്റിക് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ആറ്റിക്കിൽ ഇദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ ആറ്റിക്കിൽ, ആറ്റിക് എന്ന് പറയുമ്പോൾ മുകളിലത്തെ മുറിയാണ്, മച്ചിൻപുറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഏറ്റവും ടോപ്പിലെ മുറിക്കാണെന്ന് പറയുന്നത് ആറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ, ഒരു കെട്ടിടത്തിന്റെ ആറ്റിക്കിൽ ഇദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു. ഇൻ വാർസോ. സ്ഥലം എവിടെയാണ്? വാർസോയാണ് സ്ഥലം. ഇപ്പോൾ വാർസോയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആര്? സ്പിൽമാൻ. എന്തിനാണ് ഇദ്ദേഹം ഒളിച്ചിരുന്നത്? ടു എസ്കേപ്പ് ജർമ്മൻ സോൾജിയേഴ്സ്. ജർമ്മൻ സോൾജിയേഴ്സിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒളിച്ചിരുന്നത്. എന്നിട്ട് നോക്കുക. വെൻ എ ജർമ്മൻ ഓഫീസർ ഫൗണ്ട് ഹിം. അപ്പൊ അദ്ദേഹത്തെ ഫൈൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തെ കണ്ടെത്തുന്നു. ആരാണ്? ഒരു ജർമ്മൻ ഓഫീസറാണ്. അപ്പോൾ ഒരു ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ, നോക്കണം, വെന്ന് വന്നിട്ടുണ്ട്, അപ്പൊ കണ്ടെത്തുമ്പോൾ, ഹി വാസ് അറ്റർലി ഹോപ്പ്ലെസ്. അദ്ദേഹം അറ്റർലി, കംപ്ലീറ്റ് ആയിട്ട് ഹോപ്പ്ലെസ് ആയിരുന്നു, പ്രതീക്ഷയറ്റവനായിരുന്നു, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവനായിരുന്നു. ആൻഡ് സ്കെയേർഡ്, അതുപോലെ സ്കെയേർഡ് ആയിരുന്നു. എന്താണ്? പേടിച്ചിരിക്കുകയായിരുന്നു, പേടിയുള്ള, അല്ലെ, ഭയപ്പെടുന്ന, ഇതാണ് സ്കെയേർഡ്. അപ്പോൾ പേടിയുള്ളവനായിരുന്നു അദ്ദേഹം. കംപ്ലീറ്റ് ആയിട്ട്, പൂർണ്ണമായിട്ട് നിരാശയിലും, അല്ലെ, പ്രതീക്ഷയൊന്നും ഇല്ലാതെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ. ഓക്കെ. ഇനി ബട്ട് എന്നാൽ ദ കൈൻഡ് ഓഫീസർ, നമുക്കറിയാം ആ ഓഫീസർ ഒരു കൈൻഡ് ഓഫീസർ ആയിരുന്നു, ഒരു കരുണയുള്ള, ദയുള്ള ഒരു ഓഫീസർ ആയിരുന്നു. ആ ഓഫീസർ ഗേവ് ഹിം ന്യൂ ഹോപ്പ്. ഇദ്ദേഹത്തിന് എന്ത് നൽകുന്നു? പുതിയ പ്രതീക്ഷ നൽകുന്നു, ന്യൂ ഹോപ്പ് നൽകുന്നു. ആ ഓഫീസർ പുതിയ പ്രതീക്ഷ നൽകുകയാണ് സ്പിൽമാന്. എന്നിട്ട് നോക്കുക. ദോ ഫിയർഫുള്ളി ആണെങ്കിലും, പേടിച്ചിട്ടാണെങ്കിലും, പേടിയോടെ ആണെങ്കിലും, ഹി പ്ലേഡ് ദ പിയാനോ.
അദ്ദേഹം സ്പിൽമാൻ എന്ത് ചെയ്യുന്നു? പ്ലേഡ് ദ പിയാനോ പ്ലേ ചെയ്യുന്നു, പിയാനോ വായിക്കുന്നു. ഫോർ ദി ഓഫീസർ, ആ ഓഫീസറിന് വേണ്ടി. ഓഫീസർ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി സ്പിൽമാൻ എന്ത് ചെയ്യുകയാണ്? പിയാനോ വായിക്കുകയാണ്. He hadn't practiced for 2.5 years. ഈ സ്പിൽമാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിയാനോ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു. ഫോർ 2.5 years. എത്ര നാളായി പ്രാക്ടീസ് ചെയ്തിട്ട്? 2.5 കൊല്ലമായി. ഇപ്പൊ 2.5 കൊല്ലമായിട്ട് ഇദ്ദേഹം പിയാനോയിലൊന്നും തൊടുന്ന പോലുമില്ല. അദ്ദേഹത്തിന് പ്രാക്ടീസ് ഇല്ല. കാരണം യുദ്ധം നടക്കുകയാണ്, ഇദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിയാനോ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ഇദ്ദേഹം പിയാനിസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടി അല്ലെ. അപ്പം 2.5 വർഷമായിട്ട് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, നോക്കിയേ, അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് എന്താണെന്ന് നോക്കിയേ, ഹിസ് ഫിംഗേഴ്സ് വെയർ സ്റ്റിഫ്. അദ്ദേഹത്തിന്റെ ഫിംഗേഴ്സ് ഒക്കെ സ്റ്റിഫ് ആയിരുന്നു, ഒരുമാതിരി കട്ടിക്കിരിക്കുകയാണ്, അതായത് വഴങ്ങാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ഫിംഗേഴ്സ് ഒന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല, വിരലുകളൊന്നും വിചാരിക്കുന്ന പോലെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. അത് മാത്രമല്ല, ഫിംഗേഴ്സിൽ, ആ വിരലുകളിൽ കവർ ചെയ്തിരുന്നു, പൊതിഞ്ഞിരുന്നു. എന്ത് പൊതിഞ്ഞിരുന്നു? എ തിക്ക് ലെയർ, ഒരു കട്ടിയുള്ള ലെയർ അല്ലെ, ഒരു പാട പോലെ പൊതിഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഓഫ് ഡേർട്ട്. എന്തായിരുന്നു അത്? അഴുക്കായിരുന്നു. അപ്പൊ അഴുക്ക് കട്ടിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിരലുകളിലൊക്കെ. നമുക്കറിയാം, കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് അല്ലെ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ എങ്ങനെയാണല്ലേ, കൈയൊന്നും കഴുകാനോ ഒന്നും സൗകര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ കുറെ നാളുകളായിട്ടുള്ള അഴുക്കുകളൊക്കെ കയ്യിൽ കാണും. അപ്പോൾ എന്താണ്? നല്ല തിക്കായിട്ടുള്ള ലെയർ ഓഫ് ഡേർട്ട് അദ്ദേഹത്തിന്റെ വിരലുകളിലൊക്കെ പൊതിഞ്ഞിരുന്നു. ഇനി നോക്കുക, ഹി ഹാഡ് നോട്ട് കട്ട് ഹിസ് നെയിൽസ്. അദ്ദേഹം നെയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ, നഖം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, നഖമൊന്നും മുറിച്ച് കളയുന്നുണ്ടായിരുന്നില്ല. ഫോർ സം വീക്സ്, കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പൊ കുറച്ച് ആഴ്ചകളായിട്ട് നഖം ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്, അതൊന്നും വെട്ടാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ദി ഓഫീസർ ഓഫേർഡ് ടു ടേക്ക് ഹിം ഔട്ട് ഓഫ് ദ സിറ്റി. ഈ ഓഫീസർ ഒരു ഓഫർ നൽകുന്നുണ്ട് അല്ലെ, ഈ സ്പിൽമാന് ഒരു ഓഫർ നൽകുന്നുണ്ട്. എന്താണത്? ടു ടേക്ക് ഹിം ഔട്ട് ഓഫ് ദ സിറ്റി. അയാളെ സിറ്റിയുടെ പുറത്തേക്ക് കൊണ്ടുപോകാം എന്നൊരു ഓഫർ വെക്കുന്നുണ്ട്. ബട്ട് എന്നാൽ, സിൻസ് സ്പിൽമാൻ വാസ് എ ജൂ, സ്പിൽമാൻ ഒരു ജൂ ആയതുകൊണ്ട് അല്ലെ, ജൂ എന്താണ്? ജൂതൻ. അപ്പോ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഈ 2ാം ലോക മഹായുദ്ധം, അതിന് കാരണക്കാരായിട്ടുള്ള ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജൂതന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ജൂതന്മാരെ തിരഞ്ഞു പിടിച്ചു മാറ്റി ഗെറ്റോകളിൽ അവർ താമസിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് സ്പിൽമാൻ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ ജൂതനാണെങ്കിൽ പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ്, ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടാൽ ജീവൻ തന്നെ പോകും അല്ലെ. അപ്പൊ സിൻസ് സ്പിൽമാൻ വാസ് എ ജൂ, സ്പിൽമാൻ ഒരു ജൂതനായതിനാൽ, ഹി റെഫ്യൂസ്ഡ് ഇറ്റ്, അയാൾ അത് റെഫ്യൂസ് ചെയ്യുന്നു, അയാളത് നിരസിക്കുന്നു, വേണ്ട എന്ന് പറയുന്നു. ഡ്യൂ ടു ഫിയർ, ഭയം കാരണമാണ്. എന്ത് ഭയമാണ്? ഓഫ് ഡെത്ത്, മരണഭയം. ഇപ്പൊ മരണഭയം കാരണം അയാളത് വേണ്ട എന്ന് പറയുന്നു. ജർമ്മൻ ഓഫീസർ ഓഫർ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാം, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പക്ഷെ അയാൾ പറയുന്നു വേണ്ട. ഇറ്റ് റിവീൽഡ് ഹിസ് ഐഡന്റിറ്റി. അപ്പോൾ ജർമ്മൻ ഓഫീസറിന് മനസ്സിലായി, ഇത് ഇയാൾ ആരാണ്, ഇയാൾ ജൂതനാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അതാണ് ഇറ്റ് റിവീൽഡ്, അത് വെളിപ്പെടുത്തി. ഹിസ് ഐഡന്റിറ്റി, അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി, അയാൾ ആരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി. ബട്ട് എന്നാൽ, ദി ഓഫീസർ വാസ് എ ഗുഡ് മാൻ. ഈ ഓഫീസർ എങ്ങനെയുള്ള ആളായിരുന്നു? ഒരു നല്ല മനുഷ്യനായിരുന്നു അല്ലെ, അയാൾ ഒരു ഗുഡ് മാൻ ആയിരുന്നു. ഹി ഫൗണ്ട് എ ലോഫ്റ്റ് ഫോർ സ്പിൽമാൻ ടു ഹൈഡ് ഇൻ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഫൗണ്ട്, അയാൾ കണ്ടെത്തി കൊടുത്തു. എ ലോഫ്റ്റ്, ഒരു തട്ട് കണ്ടെത്തി കൊടുത്തു. ഫോർ സ്പിൽമാൻ ടു ഹൈഡ് ഇൻ, ഈ സ്പിൽമാന് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓഫീസർ തന്നെ ഒരു തട്ട് കണ്ടെത്തി കൊടുക്കുകയാണ്. മാത്രമല്ല, ഹി ഗേവ് ഹിം ഫുഡ്, അയാൾ എന്ത് ചെയ്യുന്നു? സ്പിൽമാന് ഫുഡ് കൊടുക്കുകയാണ് അല്ലെ, ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് മാത്രമല്ല, ആൻഡ് കോൺഫിഡൻസും കൊടുക്കുകയാണ്, ആത്മവിശ്വാസവും കൊടുക്കുകയാണ് അല്ലെ, ധൈര്യം കൊടുക്കുന്നു. ഫുഡ് കൊടുക്കുന്നു, ധൈര്യം കൊടുക്കുന്നു. ഹി ഓൾസോ ഗിഫ്റ്റഡ് എ വോം ഐഡഡൗൺ. അയാൾ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അയാൾ സമ്മാനിക്കുന്നുണ്ട്. എന്താണ് സമ്മാനിക്കുന്നത്? ഒരു വോമായിട്ടുള്ള, ഒരു ചെറിയ ചൂടുള്ള ഐഡഡൗൺ, തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐഡഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ബെഡ് കവർ എന്നാണ്. സോഫ്റ്റ് ബെഡ് കവർ
അതായത് ഇവിടെ പുതപ്പ് പോലെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കിടക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു ഐഡർ ഡൗൺ സ്പിൽമാന് ഇയാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ആൻഡ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്, ഒരു ജർമ്മൻകാരുടെ മിലിറ്ററി ഓവർകോട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ട്. തണുപ്പത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ഓവർകോട്ടും ഈ എന്ത് ചെയ്യുന്നു, ജർമ്മൻ ഓഫീസർ സ്പിൽമാന് സമ്മാനിക്കുന്നുണ്ട്. നോക്കുക, സ്പിൽമാൻ വാസ് ഡീപ്ലി മൂവ്ഡ്. സ്പിൽമാൻ വല്ലാതെ മൂവ് ചെയ്യുകയാണ്. സ്പിൽമാന്റെ ഹൃദയത്തെ ഇത് സ്പർശിക്കുകയാണ്. എന്താണ് സ്പർശിക്കുന്നത്? ബൈ ദി ഓഫീസേഴ്സ് ആക്ഷൻ. ഈ ഓഫീസറിന്റെ പ്രവർത്തികൾ സ്പിൽമാന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയാണ്. സ്പിൽമാൻ മൂവ് ചെയ്യുകയാണെന്ന് പറയുന്നത് അതാണ്. ഹി വിഷ്ഡ് ടു റിട്ടേൺ ദ ഫേവർ. അപ്പോൾ എന്താണ്, അയാൾ ആഗ്രഹിക്കുകയാണ്, സ്പിൽമാൻ ആഗ്രഹിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്, റിട്ടേൺ ചെയ്യണമെന്ന്, തിരിച്ചു കൊടുക്കണമെന്ന്. എന്ത്? ദ ഫേവർ, ഈ ഹെൽപ്പ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ. ഇപ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഭാവിയിലെങ്കിലും ഈ സഹായങ്ങൾ തിരിച്ച് ഈ ഓഫീസറിന് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്ന് സ്പിൽമാൻ ആഗ്രഹിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ദ ലാസ്റ്റ് ടൈം ദേ മെറ്റ്, അവസാനമായിട്ട് ഇവർ കാണുന്ന സമയത്ത് ഹി ആസ്ക്ഡ് ദി ഓഫീസർ, സ്പിൽമാൻ ഓഫീസറിനോട് ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ആസ്കിന്റെ അർത്ഥം കേട്ടോ. ആസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹി ആസ്ക്ഡ് ദി ഓഫീസർ, ഓഫീസറിനോട് ആവശ്യപ്പെട്ടു. എന്താണ്? ടു റിമെമ്പർ ഹിസ് നെയിം, തൻ്റെ പേര് ഓർത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവസാനമായിട്ട് കാണുമ്പോൾ സ്പിൽമാൻ ഓഫീസറിനോട് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? തൻ്റെ പേര് ഓർത്തിരിക്കണം. എന്നിട്ട് നോക്കുക, ആഫ്റ്റർ ദ ഹോറിഫൈങ് 6 years ഓഫ് വാർ. അപ്പോൾ യുദ്ധം എത്ര കാലം ഉണ്ടായിരുന്നു? 6 വർഷം. ഈ 6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറിഫൈങ് 6 years ആയിരുന്നു. ഭയാനകമായിട്ടുള്ള, ഭയപ്പെടുത്തുന്ന 6 വർഷങ്ങളായിരുന്നു. അങ്ങനെ ആ ഭയപ്പെടുത്തുന്ന യുദ്ധത്തിന്റെ 6 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനി വാസ് ഡിഫീറ്റഡ്. ജർമ്മനി പരാജയപ്പെട്ടു, അല്ലെ? സ്പിൽമാന്റെയൊക്കെ ശത്രുപക്ഷത്തായിരുന്ന ജർമ്മനി പരാജയപ്പെട്ടു. ആൻഡ് വാർസോ വാസ് ലിബറേറ്റഡ്. വാർസോ എന്ന് പറയുന്ന ഇവരുടെ സ്ഥലം, സ്പിൽമാനൊക്കെ താമസിച്ചിരുന്ന ആ സ്ഥലം ലിബറേറ്റഡ് ആയി, ഫ്രീ ആയി, സ്വതന്ത്രമായി. അവിടെ ജർമ്മനിയുടെ പട്ടാളക്കാരൊന്നും ഇല്ല കൺട്രോൾ ചെയ്യാൻ. ആ അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ നോക്കുക, വെൻ ഹി വാസ് എബൌട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ നിന്ന് സ്പിൽമാൻ ഗെറ്റ് ഔട്ട് ചെയ്യാൻ പോകുന്ന ആ സമയത്ത്, അപ്പൊ ഇയാൾ അങ്ങോട്ട് പുറത്തിറങ്ങാൻ പോവാണ്. കാരണം എല്ലാം ഓക്കെ ആയി, അല്ലെ? സ്വതന്ത്രമായ സ്പിൽമാൻ ഫ്രീ ആയി പുറത്തിറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നോക്കണം, സ്പിൽമാൻ വാസ് വെയറിംഗ്, സ്പിൽമാൻ ധരിച്ചിരുന്നത് ദ മിലിറ്ററി ഓവർകോട്ട് ദ ജർമ്മൻ ഓഫീസർ ഹാഡ് ഗിവൺ ഹിം. അയാൾക്ക് ജർമ്മൻ ഓഫീസർ കൊടുത്തിരുന്ന ആ മിലിറ്ററി ഓവർകോട്ടാണ് അയാൾ ഇട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, സ്പിൽമാൻ ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഇയാൾ പക്ഷേ ധരിച്ചിരുന്നത് എന്താണ്? ആ ജർമ്മൻ ഓഫീസർ കൊടുത്തിരുന്ന ഓവർകോട്ടാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ? ഈ ജർമ്മൻ പട്ടാളക്കാരെ ഭയങ്കര പേടിയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക്, അല്ലെ? അവരെ അത്രയ്ക്ക് ഉപദ്രവിച്ചവരാണ് ഈ ജർമ്മൻ പട്ടാളക്കാർ. അപ്പൊ ഈ ജർമ്മൻ പട്ടാളക്കാരുടെ നിഴൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഈ നാസിപ്പട, ജർമ്മനിയുടെ നാസിപ്പട, അവരുടെ നിഴൽ എവിടെയെങ്കിലും കണ്ടാൽ പോലും ആളുകൾ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ജർമ്മൻ പട്ടാളത്തിന്റെ കോട്ടുമിട്ടുകൊണ്ട് സ്പിൽമാൻ ഇറങ്ങി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വെൻ ഹി ട്രൈഡ് ടു ടോക്ക് ടു എ വുമൺ, ഒരു സ്ത്രീയോട് ഇയാൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഷീ ക്രൈഡ്, അവര് അലറി, ഔട്ട് ഓഫ് ഹൊറർ. എന്ത് കാരണമാണ്? പേടി കാരണം, ഭയം കാരണം, അല്ലെ? പേടിച്ച് വിറച്ച് ഇവര് അലറുകയാണ് ഉണ്ടായത്. സ്പിൽമാൻ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്ന കാര്യമാണ്. ടേക്കിംഗ് ഹിം ഫോർ എ ജർമ്മൻ സോൾജിയർ. അപ്പോൾ ഒരു ജർമ്മൻ സോൾജിയർ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോളിഷ് സോൾജിയേഴ്സ്, പോളിഷ് പട്ടാളക്കാരുണ്ടല്ലോ. അപ്പൊ ഈ അലർച്ച കേട്ട് പട്ടാളക്കാർ വന്നു. അപ്പോൾ പോളിഷ് പട്ടാളക്കാര് സറൗണ്ടഡ് ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിനെ സറൗണ്ട് ചെയ്തു, ആ കെട്ടിടത്തെ വളഞ്ഞു. അപ്പൊ സ്പിൽമാൻ ഓടി അകത്തേക്ക് കയറി, അവര് കെട്ടിടം വളഞ്ഞു, പട്ടാളക്കാർ വന്ന്. അപ്പൊ ഈയുടെ സ്വന്തം പട്ടാളക്കാർ, പോളണ്ടുകാരായിട്ടുള്ള പട്ടാളക്കാർ വന്നു, ആ ബിൽഡിംഗ് വളയുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ഹിം, അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ? അയാളെ ആക്രമിക്കാൻ തുടങ്ങുന്നു, സ്പിൽമാനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ബട്ട് എന്നാൽ ഹി കുഡ് കൺവിൻസ് ദ സോൾജിയേഴ്സ്,
അവസാനം എന്ത് സംഭവിക്കുന്നു? സ്പിൽമാന് സോൾജിയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു അല്ലെ. കൺവിൻസ് ചെയ്യുക എന്താണ്? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പോൾ സ്പിൽമാന് സോൾജിയേഴ്സിനെ, ആ പട്ടാളക്കാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദേ ടുക്ക് ഹിം ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരെന്താണ് ചെയ്യുന്നത്? ആ പട്ടാളക്കാര് ഇയാൾ കുഴപ്പക്കാരനല്ല, ഞങ്ങളുടെ രാജ്യക്കാരനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പോളിഷ് പട്ടാളക്കാര് ഇയാളെ എന്ത് ചെയ്യുകയാണ്? അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ ആസ്ഥാനത്തിലേക്ക്, അവരുടെ മെയിൻ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എന്തിനാണ്? ഫോർ ഹിം ടു വാഷ്. അയാൾക്കൊന്ന് കുളിക്കണം അല്ലെ. കുറെ കാലമായി ഇപ്പൊ കുളിച്ചിട്ട്, അപ്പൊ കുളിക്കണം. ആൻഡ് ഹാവ് എ മീൽ, അതുപോലെ നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നോക്കുക, ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, പട്ടാളക്കാരുടെ നല്ല ശ്രദ്ധയും കരുതലും പരിചരണവും ഒക്കെ കിട്ടിയതിന് ശേഷം, 2 ആഴ്ച പട്ടാളക്കാര് നന്നായിട്ട് ഇയാളെ പരിചരിച്ചതിന് ശേഷം, അപ്പൊ അവരാണ് നോക്കിയത് 2 ആഴ്ച. സ്പിൽമാൻ കുഡ് വാക്ക്, സ്പിൽമാന് നടക്കാൻ കഴിഞ്ഞു. ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിത്തൗട്ട് ഫിയർ, ഒരു പേടിയുമില്ലാതെ, വിത്തൗട്ട് ഫിയർ, പേടിയൊന്നുമില്ലാതെ വാർസോയിലെ തെരുവുകളിലൂടെ, റോഡുകളിലൂടെ സ്പിൽമാന് ഫ്രീ ആയിട്ട് നടക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ 2 ആഴ്ചകൾക്ക് ശേഷമാണ് പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം പട്ടാളക്കാർ നന്നായിട്ട് അയാളെ നോക്കി 2 ആഴ്ചക്കാലം നല്ല രീതിയിൽ അവിടെ റെസ്റ്റ് ഒക്കെ എടുത്ത്, അതിനുശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ വന്ന് ആ പഴയ സ്ഥലത്തുകൂടൊക്കെ, ഇയാൾ ആ ഭീകരതകൾ അനുഭവിച്ച ഒത്തിരി ജൂതന്മാർ കൊല്ലപ്പെട്ട ആ റോഡിലൂടെയൊക്കെ എന്ത് ചെയ്യുകയാണ്? ഇയാൾ നടന്നു പോവുകയാണ്. അപ്പൊ ഇത്രയുമാണ് സ്പിൽമാന്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ പോയിന്റുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ളത് ജർമ്മൻ ഓഫീസറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.